morning students. We are going to discuss about the topic transgenic animals or GM animal or genetically modified animal. In the last class we had discussed about the transgenic plants. In this background you can see transgenic mouse containing fluorescent proteins. So in the middle mouse it is a normal mouse. The middle mouse is a normal mouse, so it does not show any fluorescence, but the mouses at the left and right of the normal mouse has fluorescent genes which fluorescence under the UV light. You can see that. So transgenic animals are genetically manipulated animals having an introduced gene. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രാൻസ്ജെനിക് പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു. ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ജെനിക് ആനിമൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു ട്രാൻസ്ജെനിക് ആനിമലായ GM മൗസാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ളത് നോർമൽ മൗസാണ്. അതിന് ഫ്ലൂറസെൻസ് ഒന്നുമില്ല. പക്ഷേ ഇതിന് രണ്ട് ഭാഗത്തുള്ളത് ഫ്ലൂറസെൻസ് കാണിക്കുന്ന മൗസാണ്. അതായത് ബാക്ടീരിയയിൽ നിന്നുള്ള ഫ്ലൂറസെൻസ് ജീന് നമ്മൾ ഈ മൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ മൗസ് ഫ്ലൂറസ് ചെയ്യാൻ തുടങ്ങി UV ലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത് ജെനറ്റിക്കലി മാനിപ്പുലേറ്റഡ് ആനിമൽസ് ആണ്. അതായത് ഒരു ഇൻട്രഡ്യൂസ്ഡ് ജീൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ ജീനുള്ള ആനിമൽസ് ആണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത്. സോ ദി ഫസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദി ട്രാൻസ്ജെനിക് ആനിമൽ ഇസ് ദി ട്രാൻസ്ജെനിക് മൈസ്. ദ ജെനറ്റിക്കലി എഞ്ചിനീയറിംഗ് മൈസ് ഈസ് കോൾഡ് ട്രാൻസ്ജെനിക് മൗസ്. The desired foreign gene can be transferred to mice by retroviral infection, micro-injection and transfection. അപ്പോൾ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് മൗസിനെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് മൗസ് അല്ലെങ്കിൽ ട്രാൻസ്ജെനിക് മൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫോറിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൗസിലേക്ക് അല്ലെങ്കിൽ മൈസിലേക്ക്? റിട്രോവൈറൽ ഇൻഫെക്ഷൻ വഴി, മൈക്രോ ഇഞ്ചെക്ഷൻ വഴി അല്ലെങ്കിൽ ട്രാൻസ്ഫെക്ഷൻ വഴി. മൂന്ന് മെത്തേഡ്സും ഞാൻ ജീൻ ട്രാൻസ്ഫർ ടെക്നിക്സും റീകമൻഡ് ചെയ്യുന്ന ടെക്നോളജീൻ്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്യാം. നെക്സ്റ്റ്, യൂസസ് ഓഫ് ട്രാൻസ്ജെനിക് മൗസ് എന്തൊക്കെയാണ്? ട്രാൻസ്ജെനിക് മൗസ് ഈസ് യൂസ്ഡ് ആസ് ഹ്യൂമൻ മോഡൽസ് ഫോർ സ്റ്റഡിയിങ് എയ്ഡ്സ്, ഡയബറ്റീസ്, ക്യാൻസർ ആൻഡ് ഇമ്മ്യൂൺ ഫങ്ഷൻസ്. അപ്പോൾ നമ്മളെ ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് മൗസിലായിരിക്കും, അല്ലെങ്കിൽ ചിമ്പാൻസി അങ്ങനത്തെ മൃഗങ്ങളിലായിരിക്കും. അപ്പോൾ ഈ ഹ്യൂമൻ ഡിസീസസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൗസിനെയാണ്. അപ്പോൾ നമ്മുടെ മൗസിൽ എയ്ഡ്സും ഡയബറ്റീസും ക്യാൻസറും ഒക്കെ വരുത്തിയിട്ട് നമ്മൾ ഓരോ മരുന്നിൻ്റെ എഫക്റ്റും അതിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ സ്റ്റഡി ചെയ്യും. അപ്പോൾ ഈ നെക്സ്റ്റാണ് യൂസ് ടു സ്റ്റഡി ജീൻ റെഗുലേഷൻ, ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് ആൻഡ് ട്യൂമർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഓരോ ജീൻസിൻ്റെ റെഗുലേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസും ട്യൂമർ ഡെവലപ്മെൻറ്റും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൗസിനെയാണ് യൂസ് ചെയ്യുന്നത്. യൂസ് ടു ടെസ്റ്റ് ദി ഫീസിബിലിറ്റി ഓഫ് ഡ്രഗ്സ് ടു യൂസ് ഫോർ ഹ്യൂമൻ ഡിസീസ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൗസിലാണ് കുത്തിവെക്കുക, ടെസ്റ്റ് ചെയ്യുക, എന്നിട്ടാണ് നമ്മൾ ഹ്യൂമൻസിലൊക്കെ കൊടുക്കും. നെക്സ്റ്റ്, ദേ ആർ യൂസ് ടു പ്രൊഡ്യൂസ് പ്രോട്ടീൻസ് ലൈക്ക് CD4, യൂറോകൈനേസ് എക്സെട്ര. അപ്പോൾ നമുക്ക് വേണ്ട തെറാപ്യൂട്ടിക് പ്രോട്ടീൻസ് ലൈക്ക് CD4, യൂറോകൈനേസ് ഒക്കെ നമ്മൾ മൗസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽ ഇസ് ദി ട്രാൻസ്ജെനിക് കാറ്റിൽ. So the mature oocytes are collected from cows and are fertilized in vivo by semen collected from a bull. Then the foreign gene is micro-injected into male pronucleus in the oocytes, and the oocytes are grown in vitro and they attain the blastocyst stage, and the blastocysts are implanted in the uterus of the cows. അപ്പോൾ ട്രാൻസ്ജെനിക് കാറ്റിൽസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസ് അല്ലെങ്കിൽ കൗസിൽ നിന്ന് നമ്മുടെ oocytes എടുക്കുക, മെയിൽസിൽ നിന്ന് സ്പേം എടുക്കുക. അപ്പോൾ ഇത് തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഒരു എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ ഈ എംബ്രിയോൻ്റെ മെയിൽ പ്രോ ന്യൂക്ലിയസിലേക്ക്, അതായത് എംബ്രിയോൻ്റെ വലിയ ന്യൂക്ലിയസ് ആയിട്ടുള്ള മെയിൽ പ്രോ ന്യൂക്ലിയസിലേക്ക് നമ്മുടെ ഫോറിൻ ജീന് മൈക്രോ ഇഞ്ചെക്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ എംബ്രിയോ ഡിവൈഡ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ ഇത് നമ്മളൊരു സെറഗേറ്റ് മദറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ സെറഗേറ്റ് മദർ എന്ന് പറഞ്ഞാൽ വാടക ഗർഭപാത്രം പോലെ, അതായത് വാടക ഗർഭപാത്രം പോലെയുള്ള ഒരു മദറാണ് സെറഗേറ്റ് മദർ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു കൗവിലാണ് നമ്മൾ ഈ എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ കൗന്ന് ഊസായിട്ട് എടുക്കുന്നു, പിന്നെ ബുള്ളിന്ന് നമ്മൾ സ്പേം എടുക്കുന്നു, ഫെർട്ടിലൈസ് ചെയ്യുന്നു, എംബ്രിയോ ഉണ്ടാക്കുന്നു. ഇത് എംബ്രിയോയിലേക്ക് നമ്മൾ ഫോറിൻ ജീന് നമ്മൾ മൈക്രോ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ മൈക്രോ ഇഞ്ചെക്റ്റ് ചെയ്ത എംബ്രിയോനെ നമ്മൾ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ ഗ്രോ ചെയ്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ഒരു സെറഗേറ്റ് മദറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നു.
എന്നിട്ട് അതിനെ ഗ്രോ ചെയ്ത് ട്രാൻസ്ജെനിക് കാറ്റിൽ ഉണ്ടാക്കുന്നു. എക്സാമ്പിളാണ് ട്രാൻസ്ജെനിക് കൗസ് വിത്ത് കെ കസിൻ ജീൻ ഇൻസേർട്ട് പ്രൊഡ്യൂസ് മിൽക്ക് റിച്ച് ഇൻ കെ കസിൻ. സോ ഇത് ട്രാൻസ്ജെനിക് അതായത് കെ കസിൻ എന്നൊരു പ്രോട്ടീനാണ്. അപ്പോൾ ഈ കെ കസിൻ ജീന് നമ്മൾ കൗസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കൗവിൻ്റെ പാലിൽ എന്തുണ്ടാവും? കെ കസിൻ എന്ന പ്രോട്ടീൻ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് കാറ്റിൽ വിത്ത് ലാക്ടേസ് ജീൻ ഇൻസേർട്ട് പ്രൊഡ്യൂസ് മിൽക്ക് വിച്ച് ഈസ് പ്യുവർ ഇൻ ലാക്ടോസ് ആൻഡ് ദീസ് മിൽക്ക് ഈസ് ഗുഡ് ഫോർ ലാക്ടോസ് ഇൻടോളറൻറ്റ് പീപ്പിൾ. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് വെച്ചാൽ എന്താണ്? അതായത് ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാൻ ചില ആൾക്കാർക്ക് കഴിവുണ്ടാവില്ല. അപ്പോൾ ലാക്ടോസ് ഉള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതാണ് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അത് ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാം? അതായത് കൗസിലേക്ക് നമ്മൾ ലാക്ടേസ് ജീന് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഈ ലാക്ടേസ് എന്ന് പറയുന്നത് ലാക്ടോസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈമാണ് ലാക്ടേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാക്ടേസ് ജീന് നമ്മൾ ഈ കൗവിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാക്ടോസ് ഇല്ലാത്ത പാലാണ് ഈ കൗസ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ആ പാല് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള പീപ്പിൾക്കും കൺസ്യൂം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ GM എനിമലാണ് ട്രാൻസ്ജെനിക് ഷീപ്പ്. ദി മെമ്മറി ഗ്ലാൻഡ്സ് ഓഫ് ദി ട്രാൻസ്ജെനിക് ഷീപ്പ് സെർവ് ആസ് ബയോറിയാക്ടർ ആൻഡ് പ്രൊഡ്യൂസസ് സം പ്രോട്ടീൻസ് ഓഫ് ഹൈ തെറാപ്യൂട്ടിക് വാല്യൂ. എക്സാമ്പിൾ alpha-1 antitrypsin and factor 9 etc. So the alpha-1 antitrypsin gene is fused with beta-lactoglobin promoter and is micro-injected into male pronucleus of fertilized egg. The egg is implanted into uterus of surrogate mother. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് ഷീപ്പ്. ഇപ്പോൾ ഈ ഷീപ്പിൻ്റെ പാലിൽ നിന്ന് നമുക്ക് പലതരം മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഷീപ്പിലേക്ക് നമ്മൾ ജീൻസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീപ്പിൻ്റെ പാലിൽ നമുക്ക് വേണ്ട മരുന്നുകളൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിളാണ് alpha-1 antitrypsin, അതായത് എംപസീമ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന alpha-1 antitrypsin. അപ്പോൾ ലങ്സിന് ഉണ്ടാകുന്ന ഒരുതരം ഡിസീസാണ് എംപസീമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് alpha-1 antitrypsinനും. പിന്നെ ഉള്ളതാണ് ഫാക്ടർ 9, അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ട ഫാക്ടറാണ് ഫാക്ടർ 9. അപ്പോൾ ഈ എംപസീമൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് alpha-1 antitrypsin ആണ്. അതാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ alpha-1 antitrypsin ജീന് നമ്മളൊരു ലാക്ടോഗ്ലോബിൻ പ്രൊമോട്ടറായിട്ട് ഫിക്സ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? സൈഗോട്ടിൻ്റെ മെയിൽ പ്രോ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് ആ എഗ്ഗ് സെറഗേറ്റ് മദറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഷീപ്പിൻ്റെ പാലിൽ എന്തുണ്ടാവും? alpha-1 antitrypsin ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് ഗോട്ട്സ്. അപ്പോൾ ട്രാൻസ്ജെനിക് ഗോട്ട്സ് വിത്ത് TPA ജീൻ പ്രൊഡ്യൂസസ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻ ദി മിൽക്ക്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസോൾവ് ബ്ലഡ് ക്ലോട്ട്. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എൻസൈമാണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ TPA ജീൻ അല്ലെങ്കിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ജീന് നമ്മൾ ഗോട്ടിലേക്ക് ഗോട്ടിലേക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി കൊടുക്കും. അപ്പോൾ ആ ഗോട്ടിൻ്റെ മിൽക്കിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് പിഗ്സ്. പിഗ് എന്ന് പറഞ്ഞാൽ പന്നി. സോ ദി ജീൻ ഫോർ ഫാക്ടർ 8 വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി സൈഗോട്ട് ഓഫ് പിഗ് ബൈ മൈക്രോ ഇഞ്ചെക്ഷൻ ആൻഡ് ദി സൈഗോട്ട് വാസ് ഇംപ്ലാന്റഡ് ഇൻ ടു യൂട്രസ് ഓഫ് സെറഗേറ്റ് മദർ. അപ്പോൾ ഫാക്ടർ 8ൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജെനിക് പിഗിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീൻസ് ഫോർ ഫാക്ടർ 8ൻ്റെ ജീൻസ് നമ്മൾ മൈക്രോ ഇഞ്ചെക്ഷൻ വഴി പിഗിൻ്റെ എംബ്രിയോയിലേക്ക് കൊടുക്കും. എന്നിട്ട് ആ എംബ്രിയോ സെറഗേറ്റ് മദറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ ആ പിഗിൻ്റെ മീറ്റിലൊക്കെ എന്തുണ്ടാവും? ഫാക്ടർ 8 ഉണ്ടാവും. അപ്പോൾ ഫാക്ടർ 8 പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജെനിക് പിഗിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഫാക്ടർ 8ൻ്റെ ജീന് നമ്മൾ പിഗിൻ്റെ എംബ്രിയോയിലേക്ക് മൈക്രോ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ആ എംബ്രിയോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആ എംബ്രിയോ ഡെവലപ്പായിട്ട് നമ്മൾ സെറഗേറ്റ് മദറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ടത് പുതിയൊരു പിഗ്ലെറ്റ്സ് ഉണ്ടാക്കും. അത് പുതിയ പിഗിൻ്റെ കുട്ടികൾ ഉണ്ടാക്കും. അവർക്ക് ഫാക്ടർ 8 ഉണ്ടാവും. നെക്സ്റ്റ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ. അതായത് ഹ്യൂമൻസിൻ്റെയും പിഗ്സിൻ്റെയും ഓർഗൻസ് ഒക്കെ ഏകദേശം സിമിലർ ആണ്. ഹ്യൂമൻസിന് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള ഒരു ജീവിയാണ് പിഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിഗിൻ്റെ ഓർഗൻ നമുക്ക് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിഗിൻ്റെ ലിവറും പിഗിൻ്റെ കിഡ്നിയും ഒക്കെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ കിഡ്നിയോടും ലിവറിനോടും സിമിലർ ആണ്. അപ്പോൾ പിഗ്സിൻ്റെ ഓർഗൻസ് നമുക്ക് ഹ്യൂമൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് റാബിറ്റ്. The transgenic rabbit is created by introducing interleukin-2 gene along with the beta-casein promoter. The interleukin-2 in milk is used to treat cancer. അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു
ഒരു ഫാക്ടറാണ് ഇൻ്റർലൂക്കിൻ 2 എന്ന് പറയുന്നത്. അപ്പോൾ റാബിറ്റിലേക്ക് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഇൻ്റർലൂക്കിൻ 2 ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ റാബിറ്റിൻ്റെ പാലിൽ ഇൻ്റർലൂക്കിൻ 2 ഉണ്ടാവും. അപ്പോൾ ഈ ഇൻ്റർലൂക്കിൻ 2 നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് ബേർഡ്സ്. Some blastocysts are isolated from freshly laid eggs and are transfected with a desired gene through liposuction. The transfected blastocysts are then introduced into blastocele and the eggs hatch into chimeric chicken. Example, transgenic chicken resistant to avian leukemia virus. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ച ടെക്നിക്ക് മൈക്രോ ഇഞ്ചക്ഷനാണ് യൂസ് ചെയ്തത്. പക്ഷേ ബേർഡ്സിൻ്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിപ്പോഫെക്ഷനാണ്. അതായത് എഗ്സ് നിന്ന് ബേർഡ്സ് മുട്ടയിടുകയാണല്ലോ ചെയ്യുക. അപ്പം ഈ മുട്ടയിൽ നിന്ന് നമുക്ക് ബ്ലാസ്റ്റോസിസ്റ്റിനെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കും. ഈ ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് ലിപ്പോഫെക്ഷൻ വഴി നമ്മൾ ഡിസൈഡ് ജീൻ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഈ എഗ്ഗ് ഹാച്ച് ചെയ്യുമ്പോൾ ആ ബേർഡിൽ എന്തുണ്ടാവും, ആ ബേർഡ് ഇടുന്ന എഗ്ഗിൽ എന്തുണ്ടാവും, ഈ ഡിസൈഡ് ജീനെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിളാണ് ഏവിയൻ ലുക്കീമിയ വൈറസ്. അത് ബേർഡ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് ഏവിയൻ ലുക്കീമിയ വൈറസ്. അപ്പോൾ അതിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചിക്കനാണ് ട്രാൻസ്ജെനിക് ചിക്കൻ. അപ്പോൾ ബേർഡ്സിൻ്റെ എഗ്ഗ് എടുക്കുക, അതിൽ നിന്ന് ബ്ലാസ്റ്റോസിസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക. ഈ ബ്ലാസ്റ്റോസിസ്റ്റിലേക്ക് ലിപ്പോഫെക്ഷൻ വഴിയാണ് നമ്മൾ ഫോറിൻ ജീൻ കൊടുക്കുന്നത്. ഇതുവരെ നമ്മൾ യൂസ് ചെയ്തത് മൈക്രോ ഇഞ്ചക്ഷനാണ്. പക്ഷേ ബേർഡ്സിൻ്റെ എഗ്ഗിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ലിപ്പോഫെക്ഷനാണ്. ലിപ്പോഫെക്ഷൻ വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നിട്ട് ആ എഗ്ഗ് ഹാച്ച് ചെയ്തുണ്ടാകുന്ന ബേർഡ്സിൻ്റെ എഗ്ഗിൽ എന്തുണ്ടാവും, നമ്മുടെ ഡിസൈഡ് ജീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസൈഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജെനിക് ഫിഷസ്. സോ the desired foreign gene is introduced into 4-celled fish embryo by micro injection and the embryos are grown in temperature controlled tram. Example, transgenic goldfish producing human growth hormone. അപ്പോൾ ട്രാൻസ്ജെനിക് ഫിഷസും നമുക്ക് മൈക്രോ ഇഞ്ചക്ഷൻ വഴിയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിഷ് എംബ്രിയോ എടുക്കും. ഫിഷ് എംബ്രിയോയിലേക്ക് മൈക്രോ ഇഞ്ചക്ഷൻ വഴി ഡിസൈഡ് ജീന് കൊടുക്കും. എന്നിട്ട് ആ എംബ്രിയോനെ ടെമ്പറേച്ചർ കൺട്രോളിലുള്ള ടാങ്കിൽ ഗ്രോ ചെയ്തെടുത്തിട്ട് ഫിഷസിനെ ഉണ്ടാക്കും. അപ്പോൾ ആ ഫിഷസ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടും. എക്സാമ്പിളാണ് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗോൾഡ് ഫിഷ്. അപ്പോൾ ബേർഡ്സിൻ്റെ കേസിൽ മാത്രമാണ് നമ്മൾ ലിപ്പോഫെക്ഷൻ യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കേസിലും നമ്മൾ മൈക്രോ ഇഞ്ചക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ട്രാൻസ്ജെനിക് എനിമൽസും ട്രാൻസ്ജെനിക് പ്ലാന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ GM ഫുഡും ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ താങ്ക് യു.